ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ അപ്ഡേറ്റ്സ് ആണ്. അതായത് നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്, ശ്രീഹരിക്കോട്ട. ഓക്കെ, അപ്പം അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൽ നമുക്ക് ടീച്ചിങ് വേക്കൻസി എല്ലാ വർഷവും വിളിക്കുന്നതാണ്. 2023 വിളിച്ചിട്ടുണ്ട്, 22 24 വിളിച്ചിട്ടുണ്ട്, അതുപോലെ ഇപ്പോൾ 26 വിളിച്ചിട്ടുണ്ട്. ഓക്കെ, 26 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫുള്ള് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ടീച്ചിങ് വേക്കൻസിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒത്തിരി ടീച്ചിങ് വേക്കൻസികൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സെക്ടറിൽ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ കണ്ടു കാണും. അത് ചിലത് കോൺട്രാക്ട് ബേസിൽ വിളിച്ചിട്ടുണ്ട്, ചിലത് പെർമനൻറ്റ് പോസ്റ്റ്. ഇതിപ്പോൾ പെർമനൻറ്റ് പോസ്റ്റാണ്. അതുപോലെ സമഗ്ര ശിക്ഷ അഭിയാൻ വിളിച്ചിട്ടുണ്ട് കോൺട്രാക്ട് ബേസിൽ. സമഗ്ര ശിക്ഷ അഭിയാൻ്റെ പെർമനൻറ്റ് പോസ്റ്റ് ഉടൻ തന്നെ വിളിക്കുകയും ചെയ്യും. ഓക്കെ, അതുപോലെ NCERT വിളിച്ചിട്ടുണ്ട് കോൺട്രാക്ട് ബേസിൽ, അതിൻ്റെയും പെർമനൻറ്റ് ഉടൻ തന്നെ വിളിക്കും. അതുപോലെ തന്നെ ഡൽഹി പബ്ലിക് സ്കൂൾസ് അവിടുത്തെ പെർമനൻറ്റ് വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ HPSC അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ ഏകദേശം 430ഓളം വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എയർഫോഴ്സ് സ്കൂൾ 2 സെക്ടറുകളിൽ, ഡൽഹിയും അതുപോലെ തന്നെ സിൽച്ചാർ, അതുപോലെ 2 സെക്ടറുകളിൽ ധാരാളം പോസ്റ്റ്, പെർമനൻറ്റ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിൽച്ചാറിലും അസോസിയേറ്റും അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡേറ്റ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഇത് ഓരോന്നും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പം അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, താല്പര്യമുള്ളവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞ സമഗ്ര ശിക്ഷ അഭിയാൻ, NCERT, ഡൽഹി പബ്ലിക് സ്കൂൾസിൻ്റെത്, HPSCയുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, സിൽച്ചാറിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, പിന്നെ എയർഫോഴ്സ് സ്കൂളിലെ വേക്കൻസീസ്, ഇതിൻ്റെ ഓരോന്നും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവരത് കാണുകയും അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യട്ടെ. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അഡ്വർടൈസ് നമ്പർ SDSG RMT 1/2026, ഡേറ്റഡ് 16/6/2026 വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന വേക്കൻസികളെന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ TGT ആൻഡ് PRT ആണ്. TGTയും അതുപോലെ തന്നെ PRTയും ആണ് പ്രധാനമായിട്ടും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ്, എക്സാമിനേഷൻസ് സ്ട്രക്ചേഴ്സ്, ഫീസ്, എക്സാമിനേഷൻ മോഡ്, പിന്നെ അതുപോലെ തന്നെ എക്സാമിനേഷൻ സെൻറ്റർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോസ്റ്റ് കോഡ് 1 എന്ന് പറയുന്നത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ. ഓക്കെ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്സ് ആൻഡ് ഫിസിക്സ്. ഓക്കെ, മാത്സും ഫിസിക്സും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സാധാരണ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കുള്ള ബേസിക് ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, 50% മാർക്കോടുകൂടി ഡിഗ്രി പാസ്സായിരിക്കണം, BEd 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അതുപോലെ തന്നെ CTET പേപ്പർ 2, ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന CTET പേപ്പർ 2 എന്ത് ചെയ്യണം, പാസ്സായിരിക്കണം. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൻ്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും അതുപോലെ തന്നെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്നുള്ളത്, മാത്സിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്നുള്ളത്, ഫിസിക്സിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് മാത്തമെറ്റിക്സ് ആണെങ്കിൽ മാത്തമെറ്റിക്സ് ആസ് എ ഇലക്റ്റീവ് മെയിൻ സബ്ജക്റ്റ് അറ്റ്ലീസ്റ്റ് 3 year or 6 semester കോഴ്സ്. പിന്നെ ഫിസിക്സ് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്ത് കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതേതെങ്കിലും ഒന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്, മാത്സിൻ്റെ സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അതുപോലെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ മാത്സിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതിൽ മാത്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അൺറിസർവ്ഡ് കാറ്റഗറീസ് ആണ് ഒരെണ്ണം വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം മാത്സ് ടീച്ചറായിട്ട് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് ടീച്ച് മാത്സ് ആൻഡ് ഫിസിക്സ്. അതുകൊണ്ടാണ് സബ്ജക്റ്റ് കോമ്പിനേഷനിൽ ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് 2 വർഷം അറ്റ്ലീസ്റ്റ് 1 ഇയർ എനി 2 സെമസ്റ്റർ ഓഫ് ദ കോഴ്സ്, ഒന്നുകിൽ 1 വർഷം ഫുള്ളായിട്ട് ഫിസിക്സ് മാത്സിൻ്റെ കൂടെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ 2 സെമസ്റ്ററിൽ മാത്സ് പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് അതർ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയോ ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ ഇതൊക്കെ 2 സെമസ്റ്റർ അല്ലെങ്കിൽ 1 ഇയറിൽ അതിൻ്റെ കൂടത്ത് പഠിച്ചിരിക്കണമെന്നുള്ളതും വിശദമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. ബാക്കിയെല്ലാം ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്. കമ്പ്യൂട്ടർ അറിയുക എന്നുള്ളതും എക്സ്പീരിയൻസ് ഒക്കെ ഡിസൈറബിൾ ആണ്, വേണമെങ്കിൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇൻ സയൻസ്. ഓക്കെ, സയൻസ് ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യുന്നവർ കെമിസ്ട്രിയും ബയോളജിയും പഠിപ്പിക്കുവാനായിട്ട് അറിഞ്ഞിരിക്കണം. ക്വാളിഫിക്കേഷൻസ് ബേസിക് ആയിട്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. പിന്നെ അതിൻ്റെ സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് സ്റ്റഡീഡ് ബയോളജി, ലൈഫ് സയൻസ്, ബോട്ടണി, സുവോളജി ആസ് എ മെയിൻ സബ്ജക്ട് അറ്റ്ലീസ്റ്റ് 3 ഇയർ 6 സെമസ്റ്റർ കോഴ്സ് ഫോളോവിങ് കോമ്പിനേഷൻ. താഴെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബയോളജി ഓർ ലൈഫ് സയൻസ് മെയിൻ ഉള്ളവർക്ക് സബായിട്ട് കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഉണ്ടായിരിക്കണം. ഇനി ബോട്ടണി മെയിൻ പഠിച്ചവർക്ക് കെമിസ്ട്രി, സുവോളജി പഠിച്ചിരിക്കണം. സുവോളജി മെയിൻ എടുത്തുള്ളവർക്ക് കെമിസ്ട്രിയും ബോട്ടണിയും സബായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു കോമ്പിനേഷനിൽ പഠിച്ചവർക്കാണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സയൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ KVS, NVS, EMRS, AES പോലുള്ളതിൽ തന്നെയുള്ള സെയിം സബ്ജക്റ്റ് കോമ്പിനേഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് TGT വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറാണ്. അതിൽ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇതിലൊക്കെ 50% മാർക്കോടെ പാസ്സായി. പ്ലസ് B.Ed വേണം. ഓക്കെ, B.Ed ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിൻ്റെ കാര്യത്തിൽ CTET നിർബന്ധം പറയുന്നില്ല. ഓക്കെ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഡിസൈറബിൾ ആയിട്ട് പറയുന്നേ ഉള്ളൂ. CTETൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല. എഞ്ചിനീയറിംഗ് ഡിഗ്രിയും പ്ലസ് B.Ed ഉള്ളവർക്ക് ഇത് വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ സബ്ജക്റ്റ് കോമ്പിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമുക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇൻ തെലുഗു വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ, തെലുങ്ക് ആർക്കുള്ളവരാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് പ്രൈമറി ടീച്ചറാണ്. പ്രൈമറി ടീച്ചർ വിളിച്ചിരിക്കുന്നത് അൺറിസർവ്ഡ് 3 വേക്കൻസി, EWS 1, OBC 2, അങ്ങനെ വളരെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ +2 50% മാർക്കോടി പാസ്സായിരിക്കണം. DLED TTC ഒക്കെ ഉണ്ടെങ്കിൽ അത് പാസ്സായിരിക്കണം. D.Ed അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം. നമ്മുടെ സെയിം UPSSൻ്റെ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. പിന്നെ CTET പേപ്പർ 1 ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പോസ്റ്റുകളെന്ന് പറയുന്നത്. ഇത്രയും പോസ്റ്റുകളാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. വളരെ നല്ല പോസ്റ്റാണ്, വളരെ ഹൈ സാലറിയും കൂടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏജ് റിലാക്സേഷൻ, മറ്റ് റിലാക്സേഷനെല്ലാം ആസ് പെർ ദി സെൻട്രൽ ഗവൺമെൻറ് റൂൾ അനുസരിച്ചാണ്. നമ്മുടെ KVSൻ്റെയോ NVSൻ്റെയോ EMRSൻ്റെയോ റൂളല്ല ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണയുള്ള സെൻട്രൽ ഗവൺമെൻറ് നോംസ് അനുസരിച്ചാണ് റൂൾസ് എന്ന് പറയുന്നത്. അതായത് നോർമലായിട്ട് ഗ്രാജുവേറ്റ് ടീച്ചറിന് 35 വർഷവും പ്ലസ് OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷം കിട്ടും. പ്രൈമറി ടീച്ചർ ആണെങ്കിൽ 18-30 ആണ്. OBC ആണെങ്കിൽ 3 വർഷം കിട്ടും. SC/ST ആണെങ്കിൽ 5 വർഷം റിലാക്സേഷൻ കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. അതിവിടെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ PWD, അതുപോലെ തന്നെ PWD വുമൺ കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ വിധവ, അങ്ങനെയുള്ള കാറ്റഗറീസിലൊക്കെ 10 വർഷം റിലാക്സേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 250 രൂപ. ഓക്കെ, പ്രോസസ്സിംഗ് ഫീ 500 രൂപ. ഓക്കെ, മൊത്തത്തിൽ ചേർത്തിട്ട്
ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 750 രൂപയാണ്. ഓക്കെ, 250 രൂപ ആപ്ലിക്കേഷൻ ഫീയും 500 രൂപ പ്രോസസ്സിംഗ് ഫീ കൂടെ ചേർത്ത് 750 രൂപയാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ട ഫീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ ഫീ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത് വുമൺ കാൻഡിഡേറ്റ്സിന്, സ്ത്രീകൾക്ക് ഫീസ് അടയ്ക്കേണ്ട കേട്ടോ, സ്ത്രീകൾക്ക് ഫീസ് ഇല്ല. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. PWBD അതായത് ദിവ്യാംഗനർക്ക് ഫീസ് ഇല്ല. എക്സ് സർവീസ് മാനും ഫീസ് ഇല്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വുമൺസിന് സ്ത്രീകൾക്ക് ഫീസ് ഇല്ല. ഓക്കെ, ഫീസ് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സ്ത്രീജനങ്ങളും മാക്സിമം അപ്ലൈ ചെയ്യുക. ഫീസ് ഇല്ലല്ലോ. ഒരു കാര്യം മുൻകൂട്ടി ഞാൻ പറയാം, ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ ട്രിവാൻഡ്രത്തുണ്ട്. ഓക്കെ, ഇത് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാനുള്ളത്, ഇടക്കേറിയ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അടുത്ത വരാൻ പോകുന്ന EMRS 3.0 അതുപോലെ തന്നെ അടുത്ത വിളിക്കാൻ പോകുന്ന AES അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂള്, അതുപോലെ തന്നെ സർവശിക്ഷ അഭിയാൻ, ഇതൊക്കെ ഉടനെ തന്നെ ഈ നമ്മുടെ ഈ നടക്കാൻ പോകുന്ന CTET റിസൾട്ട് വന്ന ഉടൻ തന്നെ അത് വിളിക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോങ് ടൈം ക്ലാസ്സുകൾ നമ്മൾ അതിൻ്റെ ഓർഗനൈസേഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. മിക്കവാറും ഇന്നോ നാളെ മുതൽ നമ്മളതിൻ്റെ റെഗുലർ ക്ലാസ്സുകളും ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ CTET ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സുകളും ജസ്റ്റ് ഓർഗനൈസേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നോ നാളെ മുതൽ അതിൻ്റെ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം CTET, അപ്പോൾ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴത്തെ CTET അപ്ലൈ ചെയ്തവർ നിങ്ങൾ കോഴ്സിന് ചെയ്യുകയില്ലയോ, എന്തായാലും ഇത്തവണത്തെ എഴുതിയെടുത്തോളണം കേട്ടോ. ഒരു വമ്പൻ ഓപ്പർച്യൂണിറ്റീസാണ് വരാൻ പോകുന്നത് CTET 1 and 2. ഓക്കെ, അപ്പം ഇങ്ങനെ AMRSൻ്റെയും AESൻ്റെയും SSIയുടെയും CTETൻ്റെയും ഒക്കെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ LP UPയുടെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ക്ലാസ്സുകളും നമ്മൾ നെക്സ്റ്റ് മന്ത് 10-ാം തീയതി മുതൽ, കാരണം അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണയൊന്നും വന്നിട്ടില്ല. കാരണം ഇപ്പോൾ LP UPയുടെയൊക്കെ നമ്മുടെ വളരെ കുറച്ച് എന്താ പറയുക നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അത്ര ഒരു ഗ്രേറ്റ് ഡ്യൂറേഷൻ എന്നൊരു ലോങ് ഡ്യൂറേഷൻ എന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെ അവിടെ ഇല്ല. അതിനിടയിൽ ഒത്തിരി എക്സാംസുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് പഠിച്ച് എക്സാം എഴുതാവുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് കയറി ഇട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത മാസം ഏകദേശം ഒരു അറിവ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത മാസം 10-11-ാം തീയതിയോടുകൂടി നമ്മൾ LP UP അസിസ്റ്റൻറ്റിൻ്റെയും ബാച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ, കഴിഞ്ഞ ടൈമിലെ പോലെ തന്നെ കഴിഞ്ഞ ബാച്ചിലെ നമ്മുടെ ഇപ്പോൾ ഒരു 3-4 പേര് ഇപ്പം ജോയിൻ ആയിട്ടുണ്ട്. 4ാമത്തെ ആളാണ് കഴിഞ്ഞ ദിവസം ജോയിൻ ആയിരിക്കുന്നത്. ഓക്കെ, ആ ബാച്ചും ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരുപാട് അതർ PSCs ബാച്ചുകൾ, ഡയറി ഫോം ഇൻസ്ട്രക്ടർ പോലുള്ള, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫീസർ പോലുള്ള, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഫിഷറീസ് ഓഫീസർ, ഇതിൻ്റെയൊക്കെ പോസ്റ്റ് ക്ലാസ്സുകളും ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചിലേക്ക് വരാം. പിന്നെ സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ റിട്ടൺ ടെസ്റ്റ് ആൻഡ് സ്കിൽ ടെസ്റ്റ്. സ്കിൽ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ടീച്ചറിനൊക്കെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിൽ എക്സാമിനേഷൻ്റെ രീതി, അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷ് ഒരു പേപ്പറുണ്ട്, ജനറൽ ഹിന്ദി അല്ലേ, ജനറൽ ഇംഗ്ലീഷ് ഒരു പേപ്പർ, ജനറൽ ഹിന്ദിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലാസ്സുകൾ ഓൾറെഡി പീരിയഡ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മളെ ജനറൽ ഹിന്ദി എന്ന് പറയുന്നത് EMRSൻ്റെയും KVSൻ്റെയും NVSൻ്റെ അതേ കാറ്റഗറിയിൽ തന്നെയാണ് എല്ലാം. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ജനറൽ അഫയേഴ്സ്, റീസണിങ് എബിലിറ്റി, കമ്പ്യൂട്ടർ ലിറ്ററസി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പെർസ്പെക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്, അണ്ടർസ്റ്റാൻഡിങ് ദ ലേണർ, അണ്ടർസ്റ്റാൻഡ് ദ ടീച്ചിങ് ലേണർ, ക്രിയേറ്റീവ് കണ്ടക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് ലീഡർഷിപ്പ്, പെർസ്പെക്റ്റീവ് ഫോർ എഡ്യൂക്കേഷൻ, പെർസ്പെക്റ്റീവ് ഇൻ എഡ്യൂക്കേഷൻ, പിന്നെ സബ്ജക്റ്റ് സ്പെസിഫിക്കിന് 100 മാർക്ക്. അപ്പോൾ ഇതൊക്കെ ഈ സിലബസ് കറക്റ്റ് നമ്മൾ പഠിച്ച KV NV EMRSൻ്റെ അതേ സെയിം സിലബസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതേ ലെവലിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അതിനെന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് കോമൺ ആയിട്ടുള്ള ബാക്കിയുള്ള എക്സാമിൻ്റെ എല്ലാം TGT PRTയുടെയൊക്കെ
സിലബസ് എന്ന് പറയുന്നത് ഇത് തെലുങ്കു എക്സാമിൻ്റെ സിലബസ് ആണ്, സെപ്പറേറ്റ് സിലബസ് ആണ് തെലുങ്കു, TGT തെലുങ്കുവിൻ്റെ. പിന്നെ ഇതിൽ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത്. സബ്ജക്റ്റ് കോമ്പിനേഷൻ എല്ലാം ആയി. പിന്നെ ഉള്ളത് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ, നമ്മുടെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്നത് പ്രധാനമായിട്ടും നമുക്കിവിടെ കേരളത്തിലെ സെൻറ്റർ ഉള്ളത് ഇവിടെ കിടക്കുന്നുണ്ട്. കേരളത്തിലെ സെൻറ്റർ എന്ന് പറയുന്നത് തിരുവനന്തപുരം. ഞാൻ ആദ്യം പറഞ്ഞു ട്രിവാൻഡ്രം നമുക്ക് സെൻറ്റർ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഗേൾസിനൊന്നും ഫീസ് ഇല്ല. ട്രിവാൻഡ്രം ഉണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടും ഉണ്ട് കേട്ടോ. തിരുവനന്തപുരവും കോഴിക്കോടും സെൻറ്റർ ഉണ്ട്, 2 സെൻറ്റേഴ്സുകളുണ്ട്. അതുകൊണ്ട് അതായത് തെക്കേറ്റവും തെക്കും വടക്കും രണ്ട് സെൻറ്റേഴ്സ്, തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി 2 സെൻറ്റേഴ്സ് പ്രധാനമായിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗേൾസിനൊന്നും ഫീസ് ഇല്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, കിട്ടുകയാണെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. സിമ്പിളാണ്. ഈ കഴിഞ്ഞ KVS NVS CMRSന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. കാരണം അതേ കാര്യങ്ങൾ തന്നെയാണ്, അത് റിപ്പീറ്റ് ചെയ്തൊന്ന് പഠിച്ചാൽ മതി, വേറെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വേറൊരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ KVS NVS CMRS എഴുതിയ നമ്മുടെ 146 കുട്ടികൾ ഉണ്ട് നമ്മുടെ ഇപ്പം സെക്കൻഡ് ഇയർ എഴുതിയിരിക്കുന്നതിൽ. അപ്പോൾ അതിൽ ഒരുപാട് പേര് ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല എന്നുള്ളത്. കുറച്ച് ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മറ്റുള്ള എക്സാമുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും കുറച്ച് വൈകുന്നത്. എന്നാലും ഈ വരുന്ന ആഴ്ചയിൽ തന്നെ, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിസൾട്ട് പബ്ലിഷ് ആക്കുമെന്നാണ്. അതായത് ഇന്നലെ നടന്ന എക്സാം, ഇന്നലെ KEM നടന്നില്ലേ, നീറ്റ് നടന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ആക്കുമെന്ന്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിലൂടെ തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൽ അപേക്ഷ അയക്കുമ്പോൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഇനി അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്നു, എല്ലാവരും അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോങ് ടൈം കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന്, KVS NVS CMRS ലോങ് ടൈം കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ CTETന് ജോയിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ KVS NVS CMRS AES അതിൻ്റെ നിങ്ങൾക്ക് 50% ഓഫർ കിടക്കുന്നുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.